നമസ്കാരം. ആൻലിയയുടെ മരണം പൊതുസമൂഹത്തിന്റെ മാറാത്ത കാഴ്ചപ്പാടുകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. 25 വയസ്സ് മാത്രം പ്രായമുള്ള അവൾ അനുഭവിച്ച കൊടിയ പീഡനങ്ങളുടെ കഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. മനസ്സിലെ വിഷമങ്ങൾ ആരോടും പറയാതെ തീതിന്ന അവളുടെ ജീവിതത്തെക്കുറിച്ചറിയാൻ ടോപ്പ് ന്യൂസ് കേരള നടത്തിയ യാത്ര. കഴിഞ്ഞ ഓഗസ്റ്റ് 28 രാത്രിയിലാണ് പെരിയാറ്റിൽ ആൻലിയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബംഗളൂരുവിലേക്ക് പോയെന്ന് ഭർത്താവ് പറഞ്ഞ ആൻലിയയുടെ മൃതദേഹം എങ്ങനെ പെരിയാറ്റിൽ വന്നു? സ്വന്തം മകളുടെ വീർത്തുപൊന്തിയ ശരീരം മോർച്ചറിയിൽ കണ്ടപ്പോൾ അവളുടെ പപ്പയും അമ്മയും ഞെട്ടി. മകളുടെ ജീവനെടുത്തവരെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും അവൾ തന്നെ എഴുതി വെച്ചിട്ടും എന്തേ ആ തെളിവുകളൊന്നും പോലീസ് കണ്ടില്ല? അവൾ എഴുതിയ നോവിന്റെ കഥകൾ എന്തേ പോലീസ് കണ്ടില്ലെന്നടിച്ചത്? മകളുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത കണ്ടെത്താനും നിയമത്തിന്റെ കണ്ണു തുറപ്പിക്കാനുമായി ഒന്നാന്തരം ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് നിയമയുദ്ധം നടത്തുകയാണ് ഈ പിതാവ്. ജസ്റ്റിൻ മൊഴി കൊടുത്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ 4:37 അവിടെ ഒരു 9 മിനിറ്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോള് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ വിളിച്ചു ജസ്റ്റിൻ. ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഈ പുഴയിൽ നിന്നും ആലുവയ്ക്ക് 3 മിനിറ്റാണ് ദൂരമുള്ളത്. അപ്പോൾ ആ 3 മിനിറ്റ് കൊണ്ട് ആലുവയിൽ എൻ്റെ കുഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് മരിച്ചു. പുഴയിൽ ചാടിയോ? ആലുവ കഴിഞ്ഞാൽ പിന്നെ പുഴയില്ലല്ലോ. അപ്പോൾ എങ്ങനെ കുഞ്ഞ് ചാടുമെന്ന് പറഞ്ഞ് മരിച്ചു 4:37. സെക്കൻഡ് വൺ. തേർഡ് വൺ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 9 മിനിറ്റിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. നമുക്കറിയാം, ട്രെയിനിൽ നമ്മളെല്ലാം യാത്ര ചെയ്തവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഈ പുഴയുടെ ആലുവയായിട്ട് 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഡോറിൻ്റെ അടുത്ത് വരും. അപ്പോൾ ആലുവയിൽ ഞാൻ അന്വേഷിച്ച പറഞ്ഞത്, കുഞ്ഞ് പുഴയിലോട്ട് ഒരു ആളല്ല, ഒരു ബാഗ് വീണാൽ പോലും ഞങ്ങൾക്ക് വിവരം കിട്ടും. അവരാരും അറിഞ്ഞിട്ടില്ല. അവളുടെ മൃതദേഹം പള്ളിപ്പറമ്പിൽ അടക്കം ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഭർത്താവും വീട്ടുകാരും തിരിഞ്ഞു നോക്കിയില്ല? തന്റെ ഭാര്യയെ അവസാനമായി ഒന്ന് കാണാൻ പോലും ജസ്റ്റിന് തോന്നാഞ്ഞത് എന്തുകൊണ്ടാണ്? BSc നഴ്സിംഗ് കഴിഞ്ഞ് ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ നഴ്സായി ജോലി ചെയ്യുമ്പോഴായിരുന്നു 2016 ഡിസംബർ 26 ആൻലിയയുടെയും ജസ്റ്റിന്റെയും വിവാഹം നടന്നത്. ദുബായിൽ 6 വർഷമായി സീനിയർ അക്കൗണ്ടന്റ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ജസ്റ്റിൻ ആൻലിയയെ വിവാഹം ചെയ്തത്. മോള് അങ്ങനെയല്ല. മോള് ഇത് ശരിക്കും പറഞ്ഞാൽ അവൾ MSc പഠിക്കണമെന്ന് വിവാഹത്തിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുമിച്ച് ജീവിക്കണമെന്ന്. അപ്പോൾ ഇവൻ വന്നു കഴിഞ്ഞിട്ട് ഇതിനൊന്നും ബില്ലിങ് അല്ലായിരുന്നു. ഇവൻ എങ്ങനെയെങ്കിലും ജോലി വിട്ട് പൈസ ഉണ്ടാക്കണമെന്നായിരുന്നു. ദുബായിൽ ചെന്ന ഉടനെ പിറ്റേ ദിവസം പോലെ ഇൻ്റർവ്യൂക്ക് പറഞ്ഞു. ഇവന് ജോലി ഇല്ലായിരുന്നെന്ന് ഡയറി കൂടി അറിയുന്ന ഞങ്ങൾ, മോള് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ദുബായിക്ക് അല്ലെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ നാട്ടിലേക്ക് പോന്നു. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഇവൻ പറഞ്ഞ കള്ളക്കഥ മോളിലെ പറഞ്ഞ് പഠിപ്പിച്ച് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവിടെ എന്ത് ഇഷ്യൂസ് ഉണ്ടെന്നും പറഞ്ഞാൽ ഓടിപ്പോന്ന് 2.5 മാസം ഇങ്ങോട്ട് പോന്നു. ഇന്ന് മോളുടെ ഡയറിയിൽ നിന്ന് മനസ്സിലാക്കി അവന് ജോലി ഇല്ലായിരുന്നു. അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അത്രയും ഫ്രോഡായിരുന്നു അവൻ. പഠിക്കണമെന്ന ആൻലിയയുടെ ആഗ്രഹം ആദ്യം അംഗീകരിച്ച ജസ്റ്റിൻ വിവാഹത്തിന് ശേഷം മാറ്റിപ്പറയുകയും ജോലിക്ക് പോകാൻ നിർബന്ധിക്കുകയും ചെയ്തു. തുടർന്ന് ആൻലിയയുടെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറഞ്ഞ് അവളെ ജസ്റ്റിനും അവന്റെ അമ്മയും മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. 23 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവളുടെ ഹൃദയത്തിൽ അത് വല്ലാത്തൊരു മുറിവായി കിടന്നു. ഗൾഫിലെ താൽക്കാലികമായ ജോലി നഷ്ടപ്പെട്ട ജസ്റ്റിൻ ഗർഭിണിയായ ആൻലിയയും കൊണ്ട് തിരിച്ച് നാട്ടിലെത്തി. ഗർഭിണിയായിരുന്നിട്ട് കൂടി മതിയായ ശുശ്രൂഷയും ഭക്ഷണവും നൽകാതെ അവളെ പീഡിപ്പിച്ചു. അതിനിടെ എറണാകുളത്ത് ജോലി കിട്ടിയ ജസ്റ്റിൻ ആൻലിയയ്ക്കൊപ്പം ആൻലിയയുടെ എറണാകുളത്തെ ഫ്ളാറ്റിലേക്ക് മാറി. അവിടെയും പീഡനങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല.
സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ അവൾ ഡയറികളോട് ചങ്ങാത്തം കൂടി. അവൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമെല്ലാം രാപ്പകലെന്നില്ലാതെ എഴുതിക്കൂട്ടി. ഓരോ വരികളിലും അവൾ അനുഭവിച്ച വേദനകൾ. മിടുക്കിയായിരുന്നു അവൾ, എപ്പോഴും ചിരിച്ചുകൊണ്ടിടപെടുന്നവൾ, പപ്പയുടെ ചെല്ലക്കുട്ടി. കർത്താവിന്റെ മണവാട്ടിയാവാൻ കൊതിച്ചപ്പോൾ ദൈവവിളിക്കായി കാത്തിരുന്നവൾ. ഒടുവിൽ സഹജീവികളെ ശുശ്രൂഷിക്കുന്നതും പുണ്യമാണെന്ന് തിരിച്ചറിഞ്ഞവൾ. ഞങ്ങൾ പോകുന്നത് ഓരോ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്, ക്രിസ്മസ് സെലിബ്രേഷൻ, റമദാൻ, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഓരോ വൃതമന്ദിരം, ചിൽഡ്രൻസ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ മോള് പോയിട്ടുണ്ട്, അവരുടെ പ്രായക്കാർ പിള്ളേരുമായിട്ട് പോക്കറ്റ് മണിയുമായിട്ട് അവരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ കലാപരിപാടികൾ ഞങ്ങൾ നടത്താറുണ്ട്, പാട്ട് പാടാറുണ്ട്, മോള് ഡാൻസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അത്രയും നല്ല മനസ്സുള്ള കുഞ്ഞായിരുന്നു ആ കുഞ്ഞിന്. അവളെ മനസ്സിലാക്കാണ്ട് പോയെന്നേ ഞാൻ പറയുള്ളൂ, അവനും അവൻ്റെ കുടുംബം. വിഷമങ്ങൾ എല്ലാം ഉള്ളിലൊതുക്കിയ അവൾ ഒടുവിൽ കാര്യങ്ങളെല്ലാം ആരോടെങ്കിലും പറയണമെന്ന് മനസ്സിലുറപ്പിച്ചു. കുഞ്ഞുണ്ടായ ശേഷവും ജസ്റ്റിൻ ആൻലിയയോടുള്ള സമീപനത്തിൽ മാറ്റമൊന്നും വരുത്തിയില്ല. കുഞ്ഞിനെയും ആൻലിയയെയും നോക്കാൻ അവളുടെ പപ്പ നിർത്തിയ ജോലിക്കാരിയെയും ജസ്റ്റിൻ പറഞ്ഞുവിട്ടു. ജോലി സമയത്ത് ആര് വിളിച്ചാലും ജസ്റ്റിൻ ഫോൺ എടുക്കില്ല. വീട്ടിലെത്തിയാലും അയാൾ ഫോണിൽ കളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഞായറാഴ്ച ജസ്റ്റിൻ തൻ്റെ തൃശ്ശൂരിലെ വീട്ടിലേക്ക് പോയപ്പോൾ ഫോൺ എടുക്കാൻ മറന്നുപോയി. ടേബിളിൽ കണ്ട ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ വന്നിരിക്കുന്നതും അങ്ങോട്ട് വിളിച്ചിരിക്കുന്നതുമെല്ലാം ഒരു നമ്പറിലേക്കാണ്. ഏതാണ് ആ നമ്പർ? തനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ജസ്റ്റിയുടെ ചേട്ടന്റെ ഭാര്യയുടെ നമ്പറിലേക്കാണ് ആ വിളികൾ അത്രയും. ഇത് ചോദിച്ചപ്പോൾ ജസ്റ്റിൻ രോഷാകുലനായി. ഇതിനിടയിൽ ജസ്റ്റിൻ ആൻലിയയെ മനോരോഗിയാക്കാനുള്ള എല്ലാ കളികളും കളിക്കുന്നുമുണ്ടായിരുന്നു. ഒരു ദിവസം കുഞ്ഞിന് സുഖമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി ഒരു സൈക്യാട്രിസ്റ്റിനടുത്ത് കൊണ്ടുപോയി അവളെ. തൻ്റെ കുഞ്ഞിനു വേണ്ടി അവളെല്ലാം സഹിച്ചു. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അവൾക്ക് ജസ്റ്റിയെയും അവരുടെ പൊന്നുമോനെയും. വിദേശത്തുള്ള പപ്പയോടും മമ്മയോടും പറയാതിരുന്നെങ്കിലും ജസ്റ്റിന്റെ ഉപദ്രവങ്ങളെക്കുറിച്ചെല്ലാം പപ്പയുടെ സഹോദരിയോട് അവൾ പറയുമായിരുന്നു. വിവാഹത്തിന് ശേഷം സന്തോഷവതിയായി ഒരിക്കൽ പോലും അവളെ കാണാൻ കഴിഞ്ഞില്ലെന്നും അവർ പറയുന്നു. കുഞ്ഞിന് വേണ്ടി ജീവിക്കണമെന്നായിരുന്നു. പിന്നെ സ്വന്തമായിട്ടൊരു വീട്, ഒരു കാറ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കൊച്ചിന് ഒന്നുമില്ല, സീറോയിലാണ്. സാമ്പത്തികം ജസ്റ്റിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒന്നുമില്ല എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു എന്തുണ്ടായിരുന്നു, പറയുമായിരുന്നു ഒന്നുമില്ല എന്ന് പറയുമായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അവനെ ഒത്തിരി പീഡിപ്പിച്ചിട്ടുണ്ട്. ഈ വീട് മുഴുവനും അവളുടെ കണ്ണീരും അവളുടെ തേങ്ങലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ്. കാരണം എനിക്കിഷ്ടമല്ല ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമേ ഞാൻ വരാറുള്ളൂ. പറഞ്ഞിപ്പോൾ കുഴപ്പമില്ല, മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. ധ്യാനം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അതൊരു കാപ്പട്യമായിരുന്നു. അത് ഇനി പിന്നെയും തുടങ്ങിയായിരുന്നു. പക്ഷെ ഇവള് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പറയാതെ അന്ന് വീട്ടിൽ വന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഗർഭിണിയായിരുന്നപ്പോൾ അമ്മായിമ്മ പീഡിപ്പിച്ച കാര്യവും പിന്നെ ജസ്റ്റിൻ മതിലെ ചേർത്തിരുത്തി ഇടിക്കണ കാര്യവും ഒത്തിരി പീഡിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ കണ്ടിട്ട് അതിന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടായി മാറിയിട്ടുണ്ടായിരുന്നു. കാരണം കല്യാണത്തിന് മുമ്പ് എന്ത് ജോലിയായിട്ട് നടന്നു വെച്ചത് പെൺകൊച്ചാണ്. ഈ കല്യാണം ഇത് കഴിഞ്ഞ പിന്നെ കൊച്ചിനായിട്ട് വന്നു കയറിയ ഒരു തളർന്ന മട്ടിലാണ്. ഉപരിപഠനം എന്ന ആഗ്രഹം മുന്നേ പറഞ്ഞതുകൊണ്ട് അവളുടെ ആഗ്രഹം എന്ന മട്ടിൽ MSc നഴ്സിംഗ് വിദൂര പഠനത്തിന് ബംഗളൂരുവിൽ പ്രവേശനം തരപ്പെടുത്തി ജസ്റ്റിൻ. അവിടെ ഹോസ്റ്റലിലാകുകയും ചെയ്തു. കുട്ടിയിൽ നിന്നും ആൻലിയയെ അകറ്റാനുള്ള തന്ത്രമായിരുന്നു ഇതെന്ന് പാവം ആൻലിയ മനസ്സിലാക്കിയതുമില്ല. കാരണം കുട്ടിയുടെ ഫോട്ടോകളും വീഡിയോയും ദിവസവും അയക്കാമെന്ന അവളുടെ ഡിമാൻഡ് അംഗീകരിച്ചായിരുന്നു ജസ്റ്റിൻ അവളെ ബാംഗ്ലൂരിൽ കൊണ്ടുവിട്ടത്. പക്ഷെ വീഡിയോ പോയിട്ട് ഒരു ചിത്രം പോലും അവൻ അവൾക്ക് അയച്ചു കൊടുത്തില്ല. ഒടുവിൽ അവധി കിട്ടിയപ്പോൾ ഓഗസ്റ്റ് 24 തൻ്റെ കുഞ്ഞിനെ കാണാൻ അവൾ തൃശ്ശൂരിലെ വീട്ടിലേക്ക് ഓടിയെത്തി. തിരിച്ചു പോകാൻ ബുക്ക് ചെയ്ത ആൻലിയ ജസ്റ്റിന്റെ വീട്ടുകാരുടെ പീഡനം സഹിക്കവയ്യാതെ ബാംഗ്ലൂരിലേക്ക് പോകാൻ തയ്യാറായി. രാത്രി 8:30 ട്രെയിൻ. പക്ഷേ ജസ്റ്റിൻ അവളെ ഉച്ചയ്ക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി സ്ഥലം വിട്ടു.
എന്തിനാണ് ജസ്റ്റിൻ അവളെ ഉച്ചയ്ക്ക് തന്നെ കൊണ്ടുവിട്ടത്? ഇതിനിടയിൽ ആൻലിയ തന്റെ സഹോദരൻ അഭിഷേകുമായി വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചാറ്റിൽ അവൾ പറയുന്നുണ്ട് അവർ അവളെ കൊല്ലുമെന്ന്. ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർക്കായിരുന്നു അന്വേഷണ ചുമതല. മകൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ മുറിയിലെ ഷെൽഫിൽ നിന്നും ബെഡ്റൂമിലെ കട്ടിനടിയിൽ നിന്നും കിട്ടിയ പോലീസിനെഴുതിയ പരാതിയും വാട്സപ്പ് മെസ്സേജ് അടക്കം തെളിവായി കൊടുത്തിട്ടും ഗുരുവായൂർ SP അത് വേണ്ടത്ര ഗൗരവത്തോടെ എടുത്തില്ല. എന്തുകൊണ്ടാണത്? മകളുടെ മരണത്തിലെ ദുരൂഹത ചൂണ്ടിക്കാണിച്ചിട്ടും എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷിക്കാതിരുന്നത്? ആൻലിയയുടെ പിതാവ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് ആരംഭിച്ചു. ഇതേ തുടർന്ന് ജസ്റ്റിൻ ചാവക്കാട് കോടതിയിൽ കീഴടങ്ങുകയും ഇപ്പോൾ വിയ്യൂർ ജയിലിൽ റിമാൻഡിലുമാണ്. കുടുംബജീവിതത്തിന് വേണ്ടി പഠിപ്പ് നിർത്തുന്നതും ജോലി ഉപേക്ഷിക്കുന്നതുമെല്ലാം എന്നും സ്ത്രീകൾ മാത്രമാണ്. സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു തുടങ്ങും മുമ്പേ വിവാഹിതരാകുന്ന പെൺകുട്ടികളുടെ പ്രതീകം കൂടിയായിരുന്നു ആൻലിയയും. താൻ അനുഭവിച്ച പീഡനങ്ങൾ അവൾ തുറന്നു പറയാതിരുന്നത് ജസ്റ്റിനോടുള്ള അവളുടെ അടങ്ങാത്ത സ്നേഹവും അവനും കുഞ്ഞിനുമൊപ്പമുള്ള സന്തോഷകരമായ അവൾ കണ്ട സ്വപ്നത്തിലെ ജീവിതം അവൾക്ക് ലഭിക്കുമെന്ന വിശ്വാസവും കൊണ്ടായിരുന്നു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.